നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ഇഡിയുടെ സമൻസ്. വീണ ഉൾപ്പെടെ 9 പേർ വെള്ളിയാഴ്ച കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിനെത്തണം. CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, ചീഫ് ജനറൽ മാനേജർ K. സുരേഷ് കുമാർ, CMRL ജീവനക്കാർ എന്നിവരൊക്കെ സമൻസ് ലഭിച്ചവരുടെ കൂട്ടത്തിൽ. ഏറെ പ്രത്യേകതകളുണ്ട് ഇഡി സമൻസിന്. കേസിൽ ഇതാദ്യമായാണ് വീണ വിജയനെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു വരുത്തുന്നത്. CMRL കമ്പനി വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് ചെയ്യാത്ത സേവനങ്ങളുടെ പേരിൽ 2,72,00,000 രൂപ കൈമാറി എന്നതായിരുന്നു കേസ്. ഈ കേസിൽ ഇഡിക്ക് തുടരന്വേഷണം നടത്താനുള്ള അനുവാദം നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയിരുന്നു. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL തുടർന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. എന്നാൽ ഡിവിഷൻ ബെഞ്ചും ഇഡിക്ക് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുമതി നൽകി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരിക്കുന്നത്. വീണ വിജയനെ ചോദ്യം ചെയ്യുന്നത് വെള്ളിയാഴ്ച. തൊട്ടടുത്ത ദിവസം തന്നെ വീണ വിജയന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടും. ചോദ്യം ചെയ്യൽ അറസ്റ്റിലേക്ക് നീളും എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. എന്തുകൊണ്ടാണ് ഈ കേസ് കൂടുതൽ തലത്തിലേക്ക് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്? അതിൻ്റെ പശ്ചാത്തലവും മറ്റ് വിശദാംശങ്ങളും ഇങ്ങനെയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തുന്നതിനും താൽക്കാലികമായി സ്വത്ത് കണ്ടുകെട്ടുന്നതിനും ഇഡിക്ക് മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ FIR പരാതിയോ അനിവാര്യമല്ല. ചോദ്യം ചെയ്യലിന് തൊട്ടു മുൻപ് വീണ വിജയന്റെ ബാങ്ക് ലോക്കറുകൾ പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചു. ഈ ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ശക്തമായി നടക്കും. റെയ്ഡുകളിൽ പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ബാങ്ക് രേഖകളുടെയും പരിശോധന പൂർത്തിയാക്കി അതിൻ്റെ അന്തിമ റിപ്പോർട്ട് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കും. CMRL സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പഴുതടച്ച അന്വേഷണമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. സുപ്രീം കോടതിയിൽ ഹർജിയുമായി CMRL എത്തിയാൽ അതിശക്തമായ തെളിവുകളും രേഖകളും സുപ്രീം കോടതിക്ക് മുൻപാകെ ഹാജരാക്കാനും ഇഡി തയ്യാറെടുപ്പ് നടത്തി. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് SFIO കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള പ്രധാന രേഖകളെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിട്ടുകൊടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവാണ്. നേരത്തെ ഇഡി നൽകിയ അപേക്ഷയിൽ കൊച്ചിയിലെ കമ്പനി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. 54 വാല്യങ്ങളിലായി സൂക്ഷിച്ചിരിക്കുന്ന 134 നിർണായക രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകണമെന്നാണ് ഈ ഉത്തരവ്. എക്സാലോജിക്കുമായി CMRL ഉണ്ടാക്കിയ കരാറുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, വീണയുടെ IT റിട്ടേൺസ് എന്നിവയൊക്കെ ഈ പട്ടികയിൽ ഉൾപ്പെടും. വീണ വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതിന്റെ മുന്നോടിയായി ഈ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിച്ചു. ഈ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകുന്നതിനെതിരെ CMRL നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. CMRL 182 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണ ഘട്ടം കഴിയുമ്പോൾ ഇത്തരം അന്വേഷണങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരിയും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചത് ഈ കേസിലെ ഏറ്റവും നിർണായക വഴിത്തിരിവായി പൊതുവെ കണക്കാക്കപ്പെടുന്നു. ഇനി എന്തു സംഭവിക്കുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. മുന്നിലുള്ള സാധ്യതകൾ ഇങ്ങനെ. സമൻസ് അയച്ചതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനെന്ന് കണക്കാക്കാൻ പാടില്ല എന്നാണ് CPMന്റെ വിലയിരുത്തൽ. എന്നാൽ CPMന് ഇനി വീണ വിജയനെ പ്രതിരോധിക്കാൻ കഴിയില്ല. സാധാരണ കേസുകളിൽ ഇഡി സമൻസ് അയച്ച് വിളിപ്പിച്ചു വരുത്തുന്നത് ചില കാര്യങ്ങൾ വ്യക്തമാക്കാനാണ്. രേഖകൾ പരിശോധിക്കുക, സാമ്പത്തിക ഇടപാടുകൾ പ്രതിയോട് വിശദീകരിക്കാൻ ആവശ്യപ്പെടുക, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുക, കമ്പനിയുടെ സാമ്പത്തിക ബന്ധങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ വീണ വിജയന്റെ കാര്യത്തിൽ ഈ 4 ഘട്ടങ്ങൾക്കും അപ്പുറം നിരവധി തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ വീണ വിജയനെ ശക്തമായി ചോദ്യം ചെയ്യുകയും ഈ ചോദ്യങ്ങൾക്ക് വ്യക്തതയോടെ ഉത്തരം ലഭിച്ചില്ല എങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും. വീണ വിജയനിൽ നിന്ന് ഒരൊറ്റ ഉത്തരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമായും തേടുന്നത്. 2,80,00,000 രൂപ എക്സാലോജിക് CMRLന്റെ പക്കൽ നിന്ന് എന്തിനു വാങ്ങി? ഇതിന് എന്ത് സേവനമാണ് കമ്പനി തിരികെ കൊടുത്തത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ എന്തുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചു? 2 കാരണങ്ങളാണ് അതിന് പിന്നിൽ. ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെതായി ഉണ്ടായ വിധി. മറ്റൊന്ന് SFIO രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയത്.
ഈ രണ്ട് തലങ്ങൾ ഈ കേസന്വേഷണത്തെ കൂടുതൽ ശക്തമാക്കി. എക്സാലോജിക് സൊല്യൂഷൻ CMRൽ നൽകിയ സേവനങ്ങൾ എന്തൊക്കെ എന്ന് വീണ വിജയൻ ഇതുവരെ വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഇക്കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും അടക്കം 12 ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിനിടയിൽ അന്ന് വീണ വിജയനെ വിശദമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ വ്യക്തതയോടെ ഉത്തരം നൽകാൻ അന്ന് വീണ വിജയന് കഴിഞ്ഞില്ല. ഇത് തന്നെയാണ് വീണ വിജയന്റെ ഏറ്റവും ശക്തമായ വെല്ലുവിളിയും. വീണ വിജയന് മുന്നിലുള്ള മറ്റു ചില വെല്ലുവിളികൾ ഇവയാണ്. CMRൽ നിന്ന് ലഭിച്ച പണമിടപാടുകളുടെ അടിസ്ഥാന രേഖകൾ എന്തൊക്കെ? ഈ പണം എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗപ്പെടുത്തിയത്? വീണ വിജയന്റെ പിതാവ് അക്കാലഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അനർഹമായ എന്തെങ്കിലും ആനുകൂല്യം ശശിധരൻ കർത്തയ്ക്ക് വഴിവിട്ട് ചെയ്തിരുന്നോ? സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയ എന്തെങ്കിലും ആനുകൂല്യങ്ങളുടെ പാരിതോഷികമായിരുന്നോ എക്സാലോജിക്കിന്റെ കമ്പനിയിലേക്ക് ശശിധരൻ കർത്ത നിക്ഷേപിച്ച പണം? കള്ളപ്പണം വെളുപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു CMRലിന്. കരാറുകൾ, ഇമെയിലുകൾ, ഇൻവോയ്സുകൾ എന്നിവയൊക്കെ വിശദമായി ചോദിക്കും. CMRൽ നിന്ന് ലഭിച്ച പണം യഥാർത്ഥ ബിസിനസ് ഇടപാടുകൾക്ക് അന്ന് പ്രയോജനപ്പെടുത്തിയിരുന്നോ എന്ന കാര്യവും വിശദീകരിക്കേണ്ടി വരും വീണ വിജയന്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വീണ വിജയന് നൽകുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഉത്തരമില്ല എങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വെള്ളിയാഴ്ച തന്നെ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. ED സാധാരണയായി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ 3 കാരണങ്ങളാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ചോദ്യം ചെയ്യലിൽ സഹകരിക്കാത്ത സാഹചര്യം, തെളിവുകൾ നശിപ്പിച്ചതായി കണ്ടെത്തിയാൽ, ഗുരുതര കുറ്റകൃത്യത്തിന്റെ പ്രാഥമിക തെളിവുകൾ ലഭിച്ചാൽ. വീണ വിജയൻ ചോദ്യം ചെയ്യലിൽ കൃത്യതയോടെ ഉത്തരം പറയുന്നില്ല എങ്കിൽ ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നില്ല എന്ന കാരണത്താൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അറസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും തലത്തിൽ തെളിവുകൾ നശിപ്പിച്ചു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബോധ്യമായാലും അറസ്റ്റിലേക്ക് കടക്കാം. ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ പ്രാഥമിക തെളിവുകൾ ഈ കേസിലുണ്ട് എന്ന സൂചന ED തന്നെ നേരത്തെ നൽകി. അതുകൊണ്ടാണ് വീണ വിജയന് ശേഷം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തുമോ എന്ന സംശയം പോലും പലപ്പോഴും അന്വേഷണ ഏജൻസികൾ പ്രകടിപ്പിച്ചത്. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അഴിമതി പണമാണ് വീണ വിജയന് കൈമാറിയത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബോധ്യപ്പെട്ടാൽ CBI ഉൾപ്പെടെയുള്ള ഏജൻസികളെ കൂടി അന്വേഷണത്തിലേക്ക് കൊണ്ടുവരും. വലിയ രാഷ്ട്രീയ വെല്ലുവിളിയും CPM നേരിടുന്നു. വെള്ളിയാഴ്ച വീണ വിജയനെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു വരുത്തുമ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ കുഴയുകയാണ് പിണറായി വിജയൻ. മറുവശത്ത് MV ഗോവിന്ദൻ ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ നിശബ്ദനാണ്. പാർട്ടിയുടെ ഉന്നത നേതാക്കൾ വീണ വിജയനെ സംരക്ഷിക്കാനോ പ്രതിരോധിക്കാനോ പാർട്ടി ഇറങ്ങിത്തിരിക്കരുത് എന്ന കർശന നിർദ്ദേശമാണ് പല തലങ്ങളിലും നൽകിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതോടെ പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡും തുടർന്നുള്ള നിയമ നടപടികളും ഇപ്പോൾ നോക്കി നിൽക്കുകയാണ് BJP ഉൾപ്പെടെയുള്ള NDA നേതാക്കൾ. ഇക്കാര്യങ്ങളിൽ ശക്തമായ പ്രതികരണം നടത്തുന്നത് ഷോൺ ജോർജ് മാത്രമാണ്. വെള്ളിയാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ പുറത്തുവരുന്ന തെളിവുകൾ കൂടുതൽ ശക്തമായ രാഷ്ട്രീയ ആക്രമണങ്ങളിലേക്ക് കടക്കും. NDA ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നു. മറുവശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇത്തരം അന്വേഷണങ്ങളിൽ വ്യക്തമായ പ്രതികരണം UDFO കോൺഗ്രസ് നേതാക്കളോ നടത്തിയിരുന്നില്ല. അവരും ഇക്കാര്യങ്ങളിൽ വ്യക്തമായ അഭിപ്രായം പറയേണ്ടി വരും. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയം ആയുധമാക്കുന്നു എന്നതാണ് CPMന്റെ ഏറ്റവും വലിയ ആരോപണം. എന്നാൽ വെള്ളിയാഴ്ച നടത്തുന്ന ചോദ്യം ചെയ്യലിൽ വീണ വിജയനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താനും തുടർന്ന് ചില തെളിവുകൾ പുറത്തേക്ക് വിടാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞാൽ അത് കനത്ത രാഷ്ട്രീയ വെല്ലുവിളിയായി മാറും CPMന്. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട ഒരു കേസായി മാത്രം ഇതിനെ പരിഗണിക്കുക വയ്യ. CMRൽ അനർഹമായ പല ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്ന് നേടിയിട്ടുണ്ട്. അത് വീണ വിജയന്റെ പിതാവ് പിണറായി വിജയന്റെ സഹായത്തോടെയാണ്. ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി മറ്റൊരു പാർട്ടികൾ മാറ്റിയാൽ പ്രതിരോധിക്കുക അത്ര എളുപ്പമല്ല എന്ന് CPM തിരിച്ചറിയുന്നു. വീണ വിജയന് കേസിൽ സമൻസ് ലഭിച്ചത് മാത്രമല്ല, ചോദ്യം ചെയ്യലും തുടർന്നുള്ള അറസ്റ്റും തന്നെയാണ് CPM ഭയക്കുന്നത് എന്ന് വ്യക്തം. ചോദ്യം ചെയ്യലിലെ വിവരങ്ങൾ വെള്ളിയാഴ്ച ഏതെങ്കിലും തലങ്ങളിലൂടെ പുറത്തേക്ക് വന്നാൽ അത് CPMന് വലിയ പ്രതിരോധമുണ്ടാക്കും. വീണ വിജയൻ അന്തിമമായി ഒരു കുറ്റക്കാരി എന്ന വിധി ഒരു കോടതിയിൽ നിന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ചോദ്യം ചെയ്യലിൽ വീണ വിജയനെ ഒരു പ്രതിയാക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഏറ്റവും ദുർഘടഘട്ടത്തിലൂടെ പിണറായി വിജയൻ നീങ്ങുന്ന കാഴ്ച. മറുവശത്ത് വീണ വിജയനിൽ നിന്ന് പിണറായി വിജയനിലേക്ക് അധിക ദൂരമില്ല എന്ന് കേരളം തിരിച്ചറിയുന്നു.
ഏറ്റവും കടുത്ത തലങ്ങളിലേക്ക് മാസപ്പടി കേസ് മാറി എന്ന് വ്യക്തതയോടെ നമുക്ക് പറയാം. ഇനി ശേഷം കഥ വെള്ളിയാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.